ഒരു വിഷണറി ലീഡർഷിപ്പ് ഇൻറ്റൻറ്റ് ചെയ്തുകൊണ്ടാണ് BRQ എന്ന വലിയൊരു സംരംഭം കഴിഞ്ഞ 10-20 വർഷമായി കാസർഗോഡും അതുപോലെ തന്നെ മലബാറിൻ്റെ വിവിധ മേഖലകളിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് അത് വലിയൊരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. ടാക്സ് കൺസൾട്ടേഷനും അതുപോലെ തന്നെ GST മുതലായിട്ടുള്ള എല്ലാ സാമ്പത്തിക നിയമോപദേശങ്ങൾക്കും ഏറ്റവും വലിയൊരു ഓപ്ഷനായി കഴിഞ്ഞു BRQ എന്ന് പറയുന്നത്. സോ കോംപ്ലിസിറ്റി ഇൻറ്റു സിമ്പിൾ ആൻഡ് സിമ്പിൾ ഈവൻ ഇൻറ്റു മോർ സിമ്പിൾ എന്ന മുദ്രാവാക്യവുമായി ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാക്സ് കൺസൾട്ടൻസി മേഖലയെ വളരെ സിമ്പിളായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതുപോലെ തന്നെ ബിസിനസ് സംരംഭകരിലേക്ക് എത്തിക്കുവാനും നമ്മുടെ BRQവിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒരുപാട് സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് വി ആർ മൂവിങ് ഓൺ ടു ഇനാഗുറൽ സെറമണി. So, as Kasaragod's beating heart of celebration, a prestige venue symbolizing the joy, unity, and triumph. Once again, ladies and gentlemen, if walls could talk, this would whisper the legends. The moment we have all been waiting for is finally arrived, and may I now invite our visionary chairperson of BRQ Group, Mrs. Ashia Abdullah CM, whose dedication, guidance, and unwavering strength form the backbone of BRQ Associates. So, നിറഞ്ഞ കയ്യടികളോട് കൂടി തന്നെ നമ്മുടെ റിസർവ്ഡ് സീറ്റുകളിലേക്ക് നമ്മുടെ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ലെറ്റ് മീ ഇൻവൈറ്റ് മിസസ് അഷിയ അബ്ദുള്ള CM ഓൺ ടു ദ ഫ്രണ്ട് സീറ്റ് പ്ലീസ്. നിറഞ്ഞൊരു കയ്യടികളോട് കൂടി തന്നെ ഇൻവൈറ്റ് ചെയ്യാം. Along with our star guest, Miss Vasha Prasad, the glamorous actress and the singer of South India, and our respected leaders. Yes, let me invite Vasha onto the stage. Now, Sri N.A. Nelikunu, the Honorable MLA of Kasaragod. വേദിയിലേക്ക് ഒരുപാട് സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു. With the presence of all our chief guests, let us please stand up from your respected seats to witness this inaugural ceremony. ഏറ്റവും ബഹുമാനത്തോടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനകളോടെ ആശംസകളോടെ നമ്മുടെ സീറ്റുകളിൽ നിന്ന്
ഒന്ന് എഴുന്നേറ്റുകൊണ്ട് നമ്മുടെ ഈ ഒരു BRQവിൻ്റെ പുതിയ സംരംഭം ലേ BRQ എന്ന ഈ ഒരു ഹാളിൻ്റെ ഉദ്ഘാടന ചടങ്ങ് അതിന് ഏറ്റവും ബഹുമാനിയായ നമ്മുടെ ഉമ്മയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് നമുക്കറിയാം BRQ കഴിഞ്ഞ കുറേ നാളുകളായി ടാക്സ് കൺസൾട്ടൻസിയുടെയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവെയിലൻസിൻ്റെയും കീഴിൽ ഒരുപാട് മഹത്തായ സേവനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് BRQവിൻ്റെ പുതിയ സംരംഭമായ ലേ BRQ ഇവിടെ ഇനാഗുറേറ്റ് ചെയ്യപ്പെടുമ്പോൾ സെലിബ്രേഷൻസ് ആർ നോട്ട് ഓൺലി ജസ്റ്റ് ഗ്യാദറിങ്, ഇറ്റ്സ് എ മൊമെൻറ്റ് ഓഫ് ഹാപ്പിനെസ്, ഇറ്റ്സ് എ മൊമെൻറ്റ് ഓഫ് ജോയ്. അത് ഈ ഒരു വലിയ ഹാളിനെ ഞങ്ങൾ പൊതുജനങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ലേ BRQ എന്ന ഈ ഒരു സംരംഭത്തെ പ്രതി കാലാനുസൃതമായ മാറ്റങ്ങളോടുകൂടി ഈ ഒരു വലിയ ആഘോഷ സ്ഥലത്തെ പബ്ലിക്കിലേക്ക് ഞങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. സോ once again let's have a huge round of applause, let's put our hands together. നിറഞ്ഞ കൈയടികളോട് കൂടി തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വേദിക്ക് സാക്ഷ്യം വഹിക്കാം. പ്രശസ്ത സിനിമാ താരവും അതുപോലെ തന്നെ സിംഗറുമായിട്ടുള്ള വർഷയുടെ പ്രസൻസോടുകൂടി സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തോടുകൂടി ഈ ഒരു മഹനീയമായിട്ടുള്ള സെർമണി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. Good evening all. Respected chief guests, business leaders, our valued clients, well-wishers, friends and my dear BRQ family. Myself Aishat Rabia and I welcome to grand inauguration of lay BRQ Ellen 2026. It gives me the pleasure and pride to welcome you all to the memorable occasion, the grand inauguration of lay BRQ Ellen 2026. Your gracious presence here in this evening gives us meaning, dignity and grace to the celebrations. Lay BRQ is not just a building, it's a space to create the celebrations and find elegance. This journey would not have been possible without strong foundation laid by BRQ Associate, which begins its path 2004 with integrity, clarity, commitments over these years. BRQ has grown into a trusted name guided by values, supported by technology and strengthened by relationship. A special salute to our honorable guests. Honorable N.A. Nelikunnu sir, MLA, I welcome you to this glittering function. Welcome you sir. Advocate Kunyambo, Honorable MLA of Uduma, I am welcome in this function. Mrs. Shahina Salim, newly elected chairperson of Kasaragod Municipality, I am welcome Madam. Shri Hanif, Vice Chairman of Kasaragod Municipality, welcome sir. Mr. P.B. Sharif, Honorable Member of Kasaragod District Panchayat, welcome sir. Shri Venugopal sir, District Secretary of Lions Club, welcome sir. Shri Jayarajan PC, Joint Commissioner GST Kasaragod, welcome you sir. Shri Abbas Begum, Municipal Chairman of Kasaragod, welcome sir. Shri Karim, CPIM Area Secretary of Kasaragod, I welcome you sir. Miss Varsha Prasad, noted film actress, singer and dancer, welcome you ma'am. Shri Abdul Karim, Chairman of City Gold, welcome sir. Shri K.S. Anwar Sadat, Chairman of K.S. Abdullah Hospital, welcome you sir. Shri T.A. Ilyas, Merchant Association Kasaragod Unit, welcome sir. Shri Nisar City Cool, Merchant Youth Wing Kasaragod Procedures, sir, welcome sir. Shri Ravindra, Councillor of Kasaragod Municipality, welcome sir. Shri Dinesh Bambrana, BMS District Joint Secretary, welcome sir. C.A. Muhammad Ashraf, Auditor of BRQ Group. And also, I welcome our beloved guests from BNI, Lions Club and members of JCI. Our heartfelt thanks to all goes to architects, artists, contractors and all team members worked behind the lay BRQ. Most important, I wish to thank our clients, well-wishers whose trust and belief in BRQ have been our grateful strength. As we inaugurated lay BRQ Ellen, I sincerely hope this space become a hub of joyful celebrations, meaningful conversations, creative expressions and unforgettable memories for everyone who walks through its door. Once again, I warmly welcome on and all.
Thank you so much, ma'am, for your heart-touching words over here. So now, it's my humble honor to invite a leader of synonymous with integrity, vision, and relentless excellence that are driving force behind BRQ Associate and BRQ Globtech Private Limited, Mr. Mohammed Mustafa Siti, CEO of BRQ Group, to deliver the presidential address. So let's put your hands together to invite Mr. Mohammed Mustafa to deliver the presidential address. Over to you, sir. ആദരണീയരായ മുഖ്യാതിഥികളെ, ജനപ്രതിനിധികളെ, പ്രിയ സഹപ്രവർത്തകരെ, BRQ കുടുംബങ്ങളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്നിവിടെ ലേ BRQ എലാൻ 2026 എന്ന നമ്മുടെ പുതിയ സംരംഭത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് എൻ്റെ ജീവിതത്തിലും BRQ ഗ്രൂപ്പിൻ്റെ ചരിത്രത്തിലും അത്യന്തം അഭിമാനകരമായ ഒരു നിമിഷമാണ്. BRQ അസോസിയേഷൻ എന്ന സ്വപ്നത്തിൻ്റെ തുടക്കം ഇന്നിവിടെ നിൽക്കുന്ന ഈ കരന്തക്കാട് തന്നെയാണ്. 2017 ജൂലൈ മാസത്തിൽ ഞങ്ങൾ മഞ്ചേശ്വരത്തും അതിനു മുമ്പ് കണ്ണൂരിലുമായിരുന്നു. വളരെ കുറച്ച് കസ്റ്റമേഴ്സും ചെറിയൊരു ഓഫീസ് മുറിയിൽ തുടങ്ങിയ ഈ യാത്ര ഇന്ന് 2000-ൽ കൂടുതൽ കസ്റ്റമേഴ്സും 100-ൽ കൂടുതൽ പ്രൊഫഷണൽ സ്റ്റാഫും അടങ്ങുന്ന ഒരു വലിയ ടീമായി മാറി. നികുതി കൺസൾട്ടൻസി രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ ഒരു വലിയ കുറവ് അനുഭവപ്പെട്ടു. GST, ഇൻകം ടാക്സ്, അതേപോലെ PF, ESI, കമ്പനി ലോ എന്നിവയുടെ ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ നിലവിൽ അവൈലബിൾ ഇല്ല എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് അന്ന് 2019-ൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് BRQ ഗ്ലോബ്ടെക് പ്രൈവറ്റ് ലിമിറ്റഡ്. അതായത് ഒരൊറ്റ സോഫ്റ്റ്വെയർ കൊണ്ട് കൺസൾട്ടൻസി മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സോഫ്റ്റ്വെയറിൽ എല്ലാം ചെയ്യാമെന്ന ഒരു സ്വപ്നമായി തുടങ്ങിയതാണ്. അത് ഇന്ന് കേരളത്തിലെ തന്നെ ഒരു നമ്പർ 1 സോഫ്റ്റ്വെയർ കമ്പനിയായി മാറിക്കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് ക്ഷണിക്കാം. കാസർഗോഡിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ ഹാളുകളും കല്യാണ മണ്ഡപങ്ങളും അവൈലബിൾ ആണ്. പക്ഷേ ഒരു കുഞ്ഞു പരിപാടി നടത്താൻ എല്ലാ സംവിധാനങ്ങളോടുകൂടി ഒരു ചെറിയ സ്പേസ് ഇല്ല എന്നുള്ളതാണ്. വലിയ ഒരു സ്പേസിൽ ഒരു ചെറിയ പരിപാടി നടത്തുമ്പോൾ ആൾക്കാർക്ക് വരുന്ന പ്രശ്നം, ഒന്ന് അതിൻ്റെ കോസ്റ്റാണ്, രണ്ടാമത് കുറച്ച് ആൾക്കാർ വലിയൊരു സ്പേസിൽ ഒത്തുകൂടുമ്പോഴുള്ള ഒരു സൗന്ദര്യമില്ലായ്മയാണ്. അത് മനസ്സിലാക്കിയാണ് ലേ BRQ ഒന്ന് ഈ ചെറിയ സംരംഭം നമ്മൾ ഇവിടെ മുന്നോട്ട് വെച്ചത്. ചെറിയ സംരംഭം എന്ന് പറഞ്ഞാൽ ഒരു 150, മാക്സിമം ഒരു 150 ആൾക്കാർക്ക് ഒത്തുകൂടാനും അതിലെല്ലാ സംവിധാനം, സൗണ്ടും, അതായത് 2000 വാട്സിൽ കൂടുതൽ സൗണ്ടും അതിലുള്ള എല്ലാ സംവിധാനവും ഒരു ബർത്ത്ഡേ ആഘോഷിക്കണമെങ്കിൽ അതിനാവശ്യമായ ഇപ്പോൾ സ്മോക്ക് ആയാലും ബബിൾസ് ആയാലും സൗണ്ട് ആയാലും ലൈറ്റ് ആയാലും ഡെക്കറേഷൻസ് ആയാലും എല്ലാം ഒരു കുടക്കീഴിൽ ലേ BRQ എന്ന ഒരു മൊബൈൽ ആപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ സംവിധാനങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ്. അതിലൂടെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമ്മളുടെ പരിപാടികളെ, അതായത് ഇവിടെയുള്ള ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടികൾ അല്ലെങ്കിൽ ചില സെലിബ്രേഷൻസുകളെ നമ്മൾക്ക് ഒരാൾക്ക് ഒരൊറ്റ ക്ലിക്കിൽ അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാം ഇവിടെ തയ്യാറാക്കപ്പെടുന്ന രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ആക്കുകയും അതിൻ്റെ പേര് laybrq.com എന്നാണ്. നിങ്ങൾ ആരുടെ മൊബൈലിൽ അടിച്ചു നോക്കിയാലും നിങ്ങൾക്ക് ലേ BRQ എല്ലാ ബർത്ത്ഡേ കേക്ക് ആയാലും ബബിൾസ് ആയാലും എല്ലാം അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയതാണ് നമ്മൾ ഈ ലേ BRQ. ആദ്യം ഇത് നമ്മളെ ഓഫീസിൻ്റെ പർപ്പസിന് മാത്രമായിരുന്നു. രണ്ടാമത് ഇത് പബ്ലിക്കിനും കൂടി കൊടുക്കാമെന്നുള്ള ആശയത്തോടു കൂടി തുടങ്ങിയതാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട്, നിങ്ങളുടെ കൊച്ചു കൊച്ചു പരിപാടികൾ, നിങ്ങളുടെ ട്രെയിനിങ്ങുകൾ ഇവിടെ വെച്ചാൽ വളരെ ചെറിയ കോസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാ സംവിധാനത്തോടു കൂടിയും ഇതിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഇവിടെ വരുന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you so much. Now we are moving on to our lay BRQ software launch, and it is done by Sri N.A. Nillikunna, our Honorable MLA of Kasaragod. So N.A. Nillikunna sirne ഒരുപാട് സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് for launching our new software lay BRQ. സൗണ്ട്
So now, ladies and gentlemen, here on the screen, you are seeing the beautiful, the technological development of BRQ. The next venue, we are moving on to Lay BRQ. Let's put our hands together. നിറഞ്ഞ കൈഡികളോട് കൂടി തന്നെ ഈ ഒരു ലോഞ്ചിങ് സെറമണി നമുക്ക് വിറ്റ്നസ് ചെയ്യാം. And you are seeing how to operate the Lay BRQ app. Lay BRQ ആപ്പിൽ കയറിയാൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓരോരോ സൗകര്യങ്ങളായി ബുക്ക് ചെയ്യാമെന്നാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ഈ ഒരു സൗകര്യം ആർക്കും നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. സോ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിലും ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. ലേ BRQ എന്ന ആപ്പ് അവൈലബിൾ ആണ്. Yeah, that's all about Lay BRQ app. Now we are moving on to the chief guest addresses. So first of all, we are very honored to have the eminent cream of the society with us today. നമുക്കറിയാം സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള ഒട്ടനവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഈ ഒരു ചടങ്ങിൽ കാസർഗോഡിന്റെ ക്രീം ബിസിനസ് മെമ്പേഴ്സ് അതുപോലെ തന്നെ സാംസ്കാരിക പ്രമുഖർ ഈ ഒരു വേദിയുടെ ഭാഗമാകുന്നുണ്ട്. So first of all, it's my humble honor to invite our respectful leader, our honorable MLA of Kasaragod, Sri N.A. Nelikunna sir, to honor the felicitation address. So let's have a huge round of applause. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസിക പ്രയാസം എന്ന് പറയുന്നത് ഈ സദസ്സിലുള്ള ആരുടെ പേര് എടുത്ത് ഞാൻ പറയും, ആരുടെ പേര് ഞാൻ എടുക്കാതിരിക്കും എന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമായി പ്രിയപ്പെട്ട മുസ്തഫയെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അത് മറ്റൊന്നിനുമല്ല, കാസർഗോഡ് മേഖലയിലെ എല്ലാ വ്യക്തിത്വങ്ങളെയും പല മേഖലകളിൽ വിരാജിക്കുന്ന പല പ്രമുഖരെയും ഇപ്പോൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാനും അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്താനും മുസ്തഫയ്ക്ക് കഴിഞ്ഞു എന്നത് നിസ്സാര കാര്യമല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മുസ്തഫ ഒരു കാസർഗോഡ് നഗരത്തിലെ ഏറ്റവും വലിയ ടാക്സ് പ്രാക്ടീഷണർ എന്നാണ് ഇതുവരെ ഞാൻ കരുതിയത്. പക്ഷേ അദ്ദേഹം ടാക്സ് പ്രാക്ടീഷണർ മാത്രമല്ല, നമ്മളെ എല്ലാവരെയും കവച്ചു വെക്കുന്ന ഒരു സംഘാടകൻ കൂടിയാണ് മുസ്തഫ എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ 2017 തുടങ്ങിയ ഒരു സ്ഥാപനം കാസർഗോഡ് നഗരത്തിൽ 2017 തുടങ്ങിയ ഈ സ്ഥാപനത്തിന് ഇപ്പോൾ 2000 കസ്റ്റമേഴ്സ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100ഓളം സ്റ്റാഫ് മുസ്തഫയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അസൂയാവമായ ഈ നേട്ടം മുസ്തഫയ്ക്ക് എങ്ങനെ കൈവരിക്കാൻ സാധിച്ചു എന്ന് ഞാൻ ഇതുവരെയായി ചിന്തിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്കതിനുള്ള ഉത്തരം കിട്ടി. മുസ്തഫയുടെ മാതൃസ്നേഹമാണ് മുസ്തഫയുടെ വിജയത്തിൻ്റെ നിദാനമെന്ന് എനിക്ക് നല്ലവണ്ണം മനസ്സിലായി. ഇത്രയും ആളുകൾ എന്നെ വിട്ടുകളയുക, നമ്മുടെ GSTയുടെ കമ്മീഷണർ, അതുപോലെ തന്നെ നഗരസഭ വൈസ് ചെയർമാൻ, അതുപോലെ തന്നെ ഒരുപാട് ജനപ്രതിനിധികൾ, അപ്പോൾ സാമൂഹിക സാംസ്കാരിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ, അവരെയൊക്കെ മാറ്റി നിർത്തി സ്വന്തം മാതാവിനെ കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ മുസ്തഫയ്ക്ക് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ മാതൃസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനവും എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മുസ്തഫ ഇപ്പോൾ കാസർഗോഡ് നഗരത്തിൽ ഒരുപാട് ടാക്സ് പ്രാക്ടീഷണറുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ മുസ്തഫയെ വ്യതിരക്തനാക്കുന്നത് എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒന്ന്, സാധാരണക്കാരനോട് മിങ്കിൾ ചെയ്യാനുള്ള മുസ്തഫയുടെ കഴിവ്, മാത്രമല്ല ഏത് പ്രശ്നമുണ്ടായാലും അത് പരിഹരിച്ചു കൊടുക്കാനുള്ള മുസ്തഫയുടെ ആർജവം. മുസ്തഫ എനിക്ക് തോന്നുന്നു ചില ടാക്സ് പ്രാക്ടീഷണറായാലും അപ്പോൾ ഏത് ഉദ്യോഗസ്ഥനായാലും ഇപ്പോൾ GSTയുടെ ജോയിൻറ്റ് കമ്മീഷണറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് വിയോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് ഉദ്യോഗസ്ഥനായാലും
ചില ഉദ്യോഗസ്ഥന്മാരും ചില ടാക്സ് പ്രാക്ടീഷണർമാർ ശീലിച്ചിട്ടുള്ളത് വെറും നോ പറയാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ നോ പറയാൻ വേണ്ടി മാത്രം ശീലിച്ച കുറേ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ നമ്മുടെ എൻ്റെ മുമ്പിലിരിക്കുന്ന GST കമ്മീഷണറെ ഞാൻ ആ കാര്യത്തിൽ ഉൾപ്പെടുത്തില്ല എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹവുമായി എനിക്ക് നല്ല ബന്ധമുണ്ട്. ഞങ്ങളൊക്കെ DDCയിലൊക്കെ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരിക്കലും നെഗറ്റീവായ അപ്രോച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാത്തിലും പോസിറ്റീവായ അപ്രോച്ചാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഞാൻ പറയുന്നതിന് അദ്ദേഹം ഒരു അപവാദമാണ്. അപ്പോൾ ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാർ നോ പറയാൻ വേണ്ടി മാത്രം ശീലിച്ച ആളുകളാണ്. നമ്മുടെ ടാക്സ് പ്രാക്ടീഷണറായാലും ടാക്സ് പ്രാക്ടീഷണറുടെ അടുത്ത് നമ്മൾ വെറുതെ പോകുന്നതല്ല, അവർക്ക് നമ്മൾ ഫീസ് കൊടുക്കും. ഫീസ് കൊടുത്താലും ചില ആളുകൾ പറയും ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന്. പക്ഷേ മുസ്തഫ ഒരിക്കലും നോ പറയാൻ ശീലിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മുസ്തഫയ്ക്ക് ഇത്രയും വലിയ സ്വീകാര്യത ഈ കാസർഗോഡ് നഗരത്തിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ MLA ആയതിനു ശേഷം ഒരുപാട് ആളുകൾ ഞാൻ MLA ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു 2011 GST നടപ്പിലാക്കി. 2017 GST നടപ്പിലാക്കി. അപ്പോൾ GST നടപ്പിലാക്കിയപ്പോൾ ഒരുപാട് ആളുകൾക്ക് വലിയ പ്രയാസങ്ങളുണ്ടായി. എന്ന് പലർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ പലരും എന്നെ സമീപിച്ചപ്പോൾ എനിക്കും കൈമലർത്തേണ്ടി വന്നു. പക്ഷേ എനിക്ക് അന്നുള്ള ഒരു അഭയം ആശ്രയമെന്ന് പറയുന്നത് മുസ്തഫയായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ മുസ്തഫ ഇപ്പോൾ പുതിയൊരു സംവിധാനം കാസർഗോഡിന് സമർപ്പിച്ചിരിക്കുകയാണ്, BRQ. അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും ഇപ്പോൾ ഉയർന്ന നിലയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ വലിയ കൺവെൻഷൻ ഹോൾ 1000, 2000, 3000, 4000 ആളുകളുടെ കപ്പാസിറ്റിയുള്ള കൺവെൻഷൻ ഹോൾ പണിയാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോൾ മുസ്തഫ 100 ആളുകൾക്ക് 150 ആളുകൾക്ക് സമ്മേളിക്കാനുള്ള ഒരു സംവിധാനവുമായി ആണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് തന്നെ സാധാരണക്കാരായ ആളുകളുള്ള അദ്ദേഹത്തിൻ്റെ കൂറാണ് തെളിയിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സംവിധാനം കാസർഗോഡ് നഗരത്തിലെ പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് ഗുണം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മുസ്തഫ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി എന്നിൽ അർപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ലോഞ്ചിങ് ആണ്. അത് വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. Thank you, sir. CEO of BRQ Associates, Mr. Mustafa. Thank you so much. Now, let me invite വ്യക്തനായ ചെയർമാനും സിഇഒയും ആയ നമ്മുടെ BRQ മുസ്തഫ, അതേപോലെ ഇന്നത്തെ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കാസർഗോഡിൻ്റെ പ്രിയപ്പെട്ട MLA NA നെല്ലിക്കുന്ന് സാഹിബ്, അതേപോലെ ഇവിടെ ഇരിക്കുന്ന കാസർഗോഡിലെ എല്ലാ മേഖലയിലും തിളങ്ങി നിൽക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. നിങ്ങൾക്കറിയാം, ഒരു 2 ആഴ്ച മുമ്പ് കാസർഗോഡ് നഗരസഭയിൽ ഒരു പുതിയ ഭരണസമിതി നിലവിൽ വന്നിരിക്കുകയാണ്. അതിൽ വൈസ് ചെയർമാൻ പദവി ലഭിക്കാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു വൈസ് ചെയർമാൻ പദവി എന്നത് പറയുന്നത് ഒരു അലങ്കാരമോ ഒരു അധികാരമോ അല്ല, മറിച്ച് ഒരു ഉത്തരവാദിത്തമായിരുന്നു. ഞങ്ങൾ അധികാരമേറ്റ ഉടനെ പലരും ഞങ്ങളെ സന്ദർശിക്കുകയുണ്ടായി. അവരുടെ ഒരു പ്രധാന ആവശ്യം കാസർകോട്ടെ കലാസാഹിത്യ പരിപാടികളെ മുനിസിപ്പാലിറ്റി പ്രോത്സാഹിപ്പിക്കണമെന്നതായിരുന്നു. അപ്പോൾ ഇന്നിവിടെ നമ്മുടെ BRQ മുസ്തഫ അതിന് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. കാസർകോട്ടെ ചെറിയ പരിപാടിക്ക് മുമ്പ് പറഞ്ഞ പോലെ നമ്മളെ വലിയ പരിപാടിക്ക് വലിയ ഹോൾസൊക്കെ ഉണ്ട്, പക്ഷേ മുനിസിപ്പൽ ഏരിയയിൽ അതിനുള്ള സൗകര്യവും കുറവാണ്. അപ്പോൾ കാസർഗോഡ് 100-150 പേർക്ക് പങ്കെടുക്കാം. എല്ലാ സംവിധാനങ്ങളോടും കൂടിയ ഒരു മിനി ഹോൾ ഇവിടെ നമ്മുടെ BRQ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അത് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെയും കാസർഗോഡ് നഗരസഭയുടെയും എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ പുതിയ സംരംഭത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. Thank you, sir. Thank you so much for your valuable words. Now requesting you to please be on the stage for receiving a token of appreciation from BRQ Associates. So let me invite Mustafa sir to hand over a token of love for Sri KM Hanif sir, please. Naranya Kayadi. Now we are handing over a token of appreciation for Sri KM Hanif, the Vice Chairperson, from deliver the felicitation address. Over to you, sir. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട സുഹൃത്ത്
ഈ കാണുന്ന മൊത്തം സംവിധാനത്തിൻ്റെ ഉടമ, ഇതിൻ്റെ ആർക്കിടെക്റ്റ്, കാസർഗോഡ് ചന്ദ്രഗിരി ലയൺസ് ക്ലബിൻ്റെ സെക്രട്ടറി കൂടിയായ പ്രിയപ്പെട്ട മുസ്തഫ VRQ, ഈ സദസ്സിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആരാധനായ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനുണ്ട്, ജനപ്രതിനിധികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ. ഈ BRQ മുസ്തഫ എന്ത് ചെയ്യില്ല എന്ന് ചോദിക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ മനുഷ്യനായിട്ടുള്ള സൗഹൃദം ഒരു 10-15 വർഷമായി ഇദ്ദേഹത്തിൻ്റെ സൗഹൃദമുണ്ട്. പക്ഷേ ഈ സ്ഥാപനത്തിൽ ഞാൻ വന്നത് 1 മാസം മുമ്പ് മാത്രമാണ് BRQ ഉള്ള സ്ഥാപനത്തിൽ വന്നത്. അപ്പോഴാണ് ഈ കുഞ്ഞു മനുഷ്യൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. പൊതുവേ ഈ നീളം കുറഞ്ഞ ആളുകളെല്ലാം ചരിത്രം സൃഷ്ടിച്ച ആളുകളാണ്. സച്ചിൻ തെണ്ടുൽക്കർ അങ്ങനെയല്ലേ? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും നീളം കുറവ് സച്ചിനാണ്. ആ സച്ചിനാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മാസ്റ്റർ ബ്ലാസ്റ്റർ, ഏറ്റവും കൂടുതൽ റെക്കോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, മുസ്തഫ ഇവിടം കൊണ്ടൊന്നും നിർത്തൂല. നേരത്തെ MLA പറഞ്ഞ പോലെ ഉമ്മാനെ കൊണ്ട് ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യിക്കാൻ കാണിച്ച വലിയ മനസ്സുണ്ട്. വേണമെങ്കിൽ മന്ത്രിനെ വിളിക്കായിരുന്നു, MLAക്ക് ചാൻസ് കൊടുക്കായിരുന്നു. പ്രിയപ്പെട്ട ആസിയാമ്മ നല്ലൊരു പുത്രനെയാണ് ഈ ലോകത്തിലേക്ക് വിട്ടത് എന്നുള്ളതിൻ്റെ തെളിവാണത്. സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട റാബിയ അതിമനോഹരമായി ഇവിടെ വന്ന ആളുകളെ സ്വാഗതം ചെയ്തു. മുസ്തഫയുടെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട പങ്ക്, അതിൻ്റെ ഒരു കൈത്താങ് പ്രിയപ്പെട്ട റാബിയയാണെന്ന് എനിക്കറിയാം. എവിടെ മുസ്തഫ പോകുമ്പോഴും മുസ്തഫ വെറും ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല, ഒരു തികഞ്ഞ കുടുംബസ്നേഹി കൂടിയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം മൊത്തം ഇവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ 2025 കഴിഞ്ഞുപോയി. എന്താണ് നമ്മൾ 2025 ബാക്കി വെച്ചത് എന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ നേട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പലർക്കും ഒന്നും പറയാനുണ്ടാവില്ല. ബിസിനസ് കുറച്ച് മെച്ചപ്പെട്ടു, അതെല്ലാ വർഷവും മെച്ചപ്പെട്ടു വരുന്നു. ചില ആളുകളുടെ ബിസിനസ്സിൻ്റെ ഗ്രാഫ് താഴോട്ട് പോയി. എന്നിരുന്നാൽ തന്നെയും എടുത്തു പറയേണ്ട എന്താണ് എൻ്റെ ജീവിതത്തിൽ 2025 സംഭവിച്ചതെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. കാരണം 2026 കഴിഞ്ഞ വർഷം ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ വർഷം 26 എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഞാൻ കൊണ്ടുവരേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ BRQ മുസ്തഫ എന്ന് പറയുന്ന മനുഷ്യൻ, നിങ്ങൾ ഒരു ദിവസം ഈ ഹാള് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാത്രം വന്നാൽ പോരാ, അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഒന്ന് സന്ദർശിക്കണം. ഞാൻ കാസർഗോഡ് ജില്ലയിലെ നിരവധി ഓഫീസുകൾ കയറി ഇറങ്ങി വരുന്ന ഒരാളാണ്. ആ ഓഫീസിലേക്ക് കയറി വരുന്ന ഒരാളുടെ മനസ്സിൽ കിട്ടുന്ന ഒരു ചിത്രമുണ്ട്. അവിടെ ഏകദേശം 100ഓളം ആളുകൾ, 100ഓളം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ചെറുപ്പക്കാരായ ആളുകൾ ഇങ്ങനെ ഇരുന്ന് 2500ഓളം ആളുകളുടെ ടാക്സിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതിമനോഹരമാണ് ആ കാഴ്ച. എന്ന് പറഞ്ഞാൽ അദ്ദേഹം 100ഓളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. 100ഓളം കുടുംബങ്ങൾക്ക് അന്നദാതാവായി മാറുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു പുണ്യമൊന്നും നമ്മുടെ നാട്ടിലില്ല. അപ്പം ഞാൻ വളരുന്നതോടൊപ്പം കുറേയധികം ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മുസ്തഫയുടെ ഏറ്റവും വലിയ മഹത്വം. നമുക്കറിയാം, വേൾഡ് കപ്പ് ഫുട്ബോൾ വരാൻ വേണ്ടി പോവാണ്. ഇന്ത്യയിൽ ഏകദേശം 147 കോടി ജനങ്ങളായി. ഇപ്പോൾ സെൻസസ് വരാൻ വേണ്ടി പോകുന്നു. ഏറ്റവും അവസാനത്തെ കണക്ക് 147 കോടി കഴിഞ്ഞു എന്നാണ്. ഇന്നേ വരെ ഇന്ത്യ മഹാരാജ്യത്തിന് വേൾഡ് കപ്പിൽ കളിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. 48 രാജ്യങ്ങളാണ് വേൾഡ് കപ്പിൽ മത്സരിക്കുന്നത്. ആ 48-ൽ ഒരു രാജ്യമായി മാറാൻ നമ്മുടെ രാജ്യത്തിന് പറ്റിയിട്ടില്ല. എന്നാൽ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. ഈ വർഷം ലോകകപ്പ് ഫുട്ബോളിൽ സ്ഥാനം പിടിച്ച ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പേര് ഗുറുസോവ എന്നാണ്. കരീബിയയുടെ അടുത്ത് വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് ഗുറുസോവ. വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ആകെ 1,45,000 ആളുകളെ അവിടെയുള്ളൂ. 1,45,000 ആളുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് ഗുറുസോവ. ആ രാജ്യത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 64 കിലോമീറ്ററാണ്. 64 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ അത്ര ഇല്ല. കാസർഗോഡ് ജില്ലയുടെ മാത്രം വലിപ്പമുള്ള ഒരു കുഞ്ഞു രാജ്യം ലോകത്തിലെ 200ഓളം രാജ്യങ്ങളോട് മത്സരിച്ച് ലോകത്തിൻ്റെ ലോകകപ്പ് ഫുട്ബോളിൽ മത്സരിക്കുകയാണ്. ഞാനിത് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന് കുറച്ച് കാണാനല്ല. ആ രാജ്യത്തിൻ്റെ ക്വാളിഫൈ ചെയ്തപ്പോൾ ആ രാജ്യത്തിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ സെൻറ്റൻസ് വളരെ പ്രസക്തമാണ്. അദ്ദേഹം തൻ്റെ കൂടെ കളിക്കുന്ന ആളുകളോട് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ വേൾഡ് കപ്പ് കളിക്കാൻ പോവാണ് ആദ്യമായിട്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രസീലിനോടും ഫ്രാൻസിനോടും അർജൻറ്റീനയോടൊക്കെ നമ്മൾ മത്സരിക്കും. ജയിക്കൂല, ചിലപ്പോൾ ജയിക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. പക്ഷേ ഈ കളിയിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ അറിയണം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടി പോവാണ്.
നമ്മൾ ലോകത്തെ അടുത്ത് കാണാൻ വേണ്ടി പോവാണ്. നമ്പർ 1, ആളുകളെ പഠിക്കാൻ വേണ്ടി പോവാണ്. രണ്ടാമത്തത്, നമ്മളിത് ശരിക്കും ആസ്വദിക്കും. ഈ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഓരോ നിമിഷവും നമ്മൾ കളിക്കുന്ന കളിയും കളിക്കാത്ത കളിയും നമ്മൾ മുഴുവനായി ആസ്വദിക്കാൻ വേണ്ടി പോവാണ്. 11 പേരും, ആ ടീം മൊത്തം. അപ്പോൾ 1 അറിയുക, 2 ആസ്വദിക്കുക. മൂന്നാമതായി ടീം അംഗങ്ങളോട് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. നമ്മുടെ ഈ ലോകകപ്പ് ഫുട്ബോൾ നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ അറിയാനും ആസ്വദിക്കാനും ആഘോഷിക്കാനും സാധിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുന്നത്, സമൃദ്ധി ഉണ്ടാവുന്നത്, സമ്പത്ത് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഈ കുഞ്ഞ് മനുഷ്യൻ BRQ, എനിക്കിപ്പോഴും അതിൻ്റെ ഫുൾ ഫോം അറിയില്ല കേട്ടോ. ഞാനിവിടെ വന്നിരിക്കുമ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, എന്താ ഈ BRQ എന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന്. ഞാൻ കുറേ ആളോട് ചോദിച്ചു, ആർക്കും അറിയില്ല. എല്ലാറ്റിനും ഒരു സീക്രട്ട് വേണമല്ലോ. അതുകൊണ്ട് അതങ്ങനെ സ്വകാര്യമായി തന്നെ ഇരിക്കട്ടെ. എന്താ BRQ നമ്മൾ അറിയണ്ട. ഒരു കാര്യം ഉറപ്പാണ്, ഈ BRQ ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ജീവിതം കൃത്യമായി ആസ്വദിക്കുന്ന, ജീവിതം കൃത്യമായി ആഘോഷിക്കുന്ന, ജീവിതത്തെ കൃത്യമായി അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട BRQ മുസ്തഫക്കും കുടുംബത്തിനും എല്ലാവിധ സൗഭാഗ്യങ്ങളും പടച്ചവൻ എല്ലാവിധ ബർക്കത്തും നൽകട്ടെ എന്ന് കാസർഗോഡ് ജില്ലയുടെ ലയൺസിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ആശംസിക്കുന്നു. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലയൺസ് സുഹൃത്താണ്, ലയൺസ് നേതാവാണ് പ്രിയപ്പെട്ട മുസ്തഫ. ഒരു കാര്യം ഉറപ്പാണ്, ലയൺസ് പ്രസ്ഥാനത്തിൽ വരുന്ന കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ ലയൺസിൻ്റെ ജില്ലാ സെക്രട്ടറിയോ അതിനപ്പുറത്ത് ഒരു ഗവർണറോ ആവാൻ സാധ്യതയുള്ള അത്രയധികം വിഷണറി ആയിട്ടുള്ള ഒരു വലിയ ബിസിനസ് വ്യവസായി രംഗത്തേക്ക് വരുന്ന ഒരാൾ. ഈ ബിൽഡിംഗ് മൊത്തം BRQ ആണ്. ഈ ബിൽഡിംഗ് മൊത്തം 4 നിലകളാണ്. 3 നിലകളാണെങ്കിൽ അത് മൊത്തം BRQയുടെ ടച്ചാണ്. നിങ്ങൾ ഈ ബിൽഡിംഗ് ഒന്ന് നടന്ന് നോക്കണം. ഞാൻ ഒരാഴ്ച മുമ്പ് വന്ന് ഇവിടുത്തെ ബിൽഡിംഗ് കണ്ടു. തൊട്ടപ്പുറത്തൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഒന്നുമില്ല അത്രയും വിദഗ്ധമായ രീതിയിൽ, അത്രയും വ്യത്യസ്തമായ രീതിയിൽ ഒരു ഇൻ്റർവ്യൂ നടത്താൻ ഒരു ആകാശവാണിക്ക് പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റുഡിയോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായ ഈ ബിൽഡിംഗ് 150 പേരെ ക്ഷണിച്ചിട്ടുള്ളൂ, ഞാനടക്കം. ഞാൻ കഴിഞ്ഞാൽ പിന്നെ 149 പേര്. ഈ 150 പേര് കാസർഗോഡിൻ്റെ ചിത്രമാണ്. അത്രയും പ്രഗത്ഭരായ 150 പേരാണ്. സിറ്റി ഗോൾഡിൻ്റെ കരീംച്ച അടക്കം വന്നു, TMA കരീം അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ട്. പക്ഷെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇവിടുന്ന് തരുന്ന അണ്ടിപ്പരിപ്പ് തിന്നിട്ട്, ഇവിടുന്ന് തരുന്ന ഇളനീരിൻ്റെ വെള്ളം കുടിച്ചിട്ട് ഒരുപക്ഷെ എന്തെങ്കിലും സമ്മാനം അല്ലെങ്കിൽ ബിരിയാണി തിന്നിട്ട് പോകുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം. ഈ ഹാളിനെ കുറിച്ച് നാട്ടുകാരോട് സംസാരിക്കണം. ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കണം. എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം, ഈ ഹാളിലെ ആദ്യത്തെ പ്രോഗ്രാം ജില്ലാ പോലീസിൻ്റെ നേതൃത്വത്തിൽ, മോട്ടോർ വാഹന നേതൃത്വത്തിൽ 18-ാം തീയതി നടക്കുകയാണ്. ആ പരിപാടിയിൽ ഞാനും ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നു. എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം, ഹാളിൽ നടക്കുന്ന ആദ്യത്തെ പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ, പോലീസിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. ഉറപ്പാണ്, വിജയം സുനിശ്ചിതമാണ്. BRQ എല്ലാവിധ ആശംസകൾ. ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ കൊടുത്തുകൊണ്ട് ആദരിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. ശ്രീ ഡോക്ടർ മുസ്തഫ, സദസ്സിലിരിക്കുന്ന MLA ഉൾപ്പെടെയുള്ള മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, ഈ മുസ്തഫയുടെ 2017 മുതലുള്ള വളർച്ച നേരിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം GST എന്ന പുതിയ നിയമം വന്നപ്പോൾ അതിൽ വളരെ നന്നായി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എങ്ങനെയാണ് ഒരു ടാക്സ് പ്രാക്ടീഷണർ വളരേണ്ടത് എന്നുള്ള ആ ഒരു ബോധത്തിൽ ഉണ്ടായ ഒരു വളർച്ചയാണ് അദ്ദേഹത്തിനുണ്ടായത്. അതിന് പുറമെ അദ്ദേഹം അതിൻ്റെ പാരലായിട്ട് ഒരുപാട് ബിസിനസ് സംരംഭങ്ങളും എല്ലാം തുടങ്ങി. എനിക്കറിയാം, ഈ വൈകിയ വേളയിൽ 7:45 എൻ്റെ പ്രസംഗം കേൾക്കാനൊന്നല്ല ഇവിടെ ഇരിക്കുന്നു എന്നുള്ള നല്ല ബോധ്യമുണ്ട്. നമ്മളെ ഇവിടെ ഒരു പാട്ടുകാരി വർഷപ്രസാദ് പാടാനും ഡാൻസ് കളിക്കാനെല്ലാം തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങളത് കേൾക്കാനും കാണാനും നിൽക്കുകയാണെന്നുള്ള നല്ല ബോധ്യമുണ്ട്. ഈ മുസ്തഫയുടെ ഈ BRQ എന്ന സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നന്മകളും ഞാൻ എൻ്റെ പേരിൽ നേരുന്നു. നന്ദി, നമസ്കാരം. And once again, let me invite Mr. Mustafa, CEO of BRQ, to hand over the... എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നേരത്തെ നമ്മുടെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സമയം വൈകി. അത് അദ്ദേഹം പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹം പാട്ടിനെ വളരെ അധികം സ്നേഹിക്കുന്ന ഒരാളാണ്, പാട്ട് പാടുന്ന ആളാണ്. അപ്പോൾ ഏതായാലും ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ആൾക്കാരും ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ BRQ മുസ്തഫ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കലാ, കായിക, സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ച് അവർക്ക് പ്രോത്സാഹനം ചെയ്യുന്ന ഒരാളാണ് ഈ BRQ മുസ്തഫ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളാണ് നമ്മുടെ ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. ഏതായാലും നമുക്കിവിടെ വരുമ്പോൾ തന്നെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്,
എല്ലാം തലയിൽ കൊണ്ട് നടന്ന് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ചില സൂചനകളാണ് അദ്ദേഹം ഇവിടെ കാട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഒരു ഫ്ലക്സ് ഇവിടെ കാണുന്നുണ്ട് ഇല്ലേ? ആ ഫ്ലക്സിൽ നിങ്ങൾ നോക്കുക, അമ്പലം, പള്ളി, ചർച്ച്, അതാ നമ്മൾ നോക്കേണ്ടത്. കൃത്യമായിട്ട് നമ്മുടെ കാസർഗോഡ് നൽകേണ്ട ഏറ്റവും വലിയ സവിശേഷമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് ഉയരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വളർന്നു വരേണ്ടത് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. Thank you, sir. Thank you so much. And hereby we are giving a token of appreciation. Now, കയ്യടിക്ക് മാത്രം ഒരു കുറവുള്ളൂ. നന്നായിട്ട് കയ്യടിച്ചേ. Thank you so much. So let me invite Varsha onto the stage. വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ എനിക്ക് ഒഫീഷ്യലായിട്ട് സംസാരിക്കാൻ അറിയില്ല, സോറി. ഞാനിവിടെ വന്നിരിക്കുന്നത് പാടാനാണ്, നിങ്ങളെല്ലാവരെയും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് പാട്ടിലൂടെ. അപ്പോൾ ഞാൻ അധികം ഒന്ന് സംസാരിപ്പിച്ച് വൈകുന്നില്ല. അതിനു മുന്നേ തന്നെ പ്രിയപ്പെട്ട മുസ്തഫ സാറിന് ഒരുപാട് എന്താ പറയുക, കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ഇതിൻ്റെ ഒരു പാർട്ടാവുന്നതിലും ഞങ്ങളുടെ പ്രോഗ്രാം കേൾക്കാൻ വന്നതിലും താങ്ക് യു സോ മച്ച്. Thank you, ma'am. കയ്യടി. Thank you so much. ഡോക്ടർ മുസ്തഫ, ഇരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ട ഇതിൻ്റെ ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുസ്തഫ അവർകളെ പല സദസ്സുകളിലും കാണാറുണ്ടെങ്കിലും നേരിട്ട് പരിചയപ്പെട്ടത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. ഒരു ഓഫീഷ്യൽ കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഒരു വൈകിട്ട് 7 മണിക്ക് കാണുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നിറഞ്ഞ ഒരുപാട് യുവാക്കളും യുവതികളുമുള്ള വലിയൊരു ഓഫീസിൻ്റെ അകത്താണ് അദ്ദേഹം ഇരിക്കുന്നത് കണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കഴിവിനെ പറ്റി മനസ്സിലാക്കിയത്. ഞാൻ ഏൽപ്പിച്ച കാര്യം 24 മണിക്കൂർ കൊണ്ട് എനിക്ക് ശരിയാക്കി തരുകയും അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇന്ന് ഇവിടെ ഈ മൃഗാർജപ്രയ ഹാള് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഇങ്ങനെയുള്ള വളർച്ചയ്ക്ക് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തേ പറ്റൂ. എല്ലാവിധ ആശംസകരുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ BRQ മുസ്തഫ സർ, മറ്റു വിശിഷ്ടാതിഥികളെ, കാസർഗോഡ് ജില്ലയിലെ ഡോക്ടർ മുസ്തഫ സാറിന് പറയുകയാണെങ്കിൽ ഒരുപാട് സന്നദ്ധ സംഘടനയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. കാസർഗോഡ് വിവിധ മേഖലയിൽ നിന്ന് നോക്കിയാലും അവിടെ എല്ലാം ഡോക്ടർ മുസ്തഫയുടെ കയ്യൊപ്പ് ഉണ്ടാവും എന്ന് അതൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ തന്നെ ഇപ്പോൾ പുതിയൊരു സംരംഭമായി വന്ന ഡോക്ടർ മുസ്തഫ കാസർഗോഡ് നഗരത്തിലേക്ക് പുതിയൊരു വെളിച്ചവുമായി ഇത് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാസർഗോഡ് മർച്ചൻസ് യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് നിലയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. Thank you, sir. Requesting you to please receive your token of appreciation. Now let me invite Mr. C.A. Muhammad Ashraf, NA. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ CA മുഹമ്മദ് അഷ്റഫ്, ഓഡിറ്ററാണ് BRQൻ്റെ. BRQ അസോസിയേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടാക്സ് കൺസൾട്ടൻസി കൂടാതെ പുതിയ സംരംഭമായ ലിയെ BRQയിലേക്കുള്ള ഈ പ്രയാണത്തിലെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയിലെ എല്ലാ ഭാവുകളും നേരുന്നു. നന്ദി, നമസ്കാരം. CPIM Area Secretary onto the stage. ഇതിലും സദസ്സിലുമുള്ള ഏറെ പ്രിയപ്പെട്ടവരെ, BRQ അസോസിയേറ്റ്സിൻ്റെ മുസ്തഫയെ പരിചയപ്പെട്ടിട്ട് കാലം ഏറെയായെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നന്നായി മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ
ഒരു കച്ചവട സ്ഥാപനം നടത്തുന്ന, ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആണെന്നതിലുപരി കലാ സാംസ്കാരിക രംഗത്തെ ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ വലുതാണ്. ഈ കാസർഗോഡിൻ്റെ സായാഹ്നങ്ങളെ ഈ അടുത്ത കാലത്ത് പഴയ കാസർഗോഡ് നമുക്കെല്ലാവർക്കും അറിയാം. പഴയ കാസർഗോഡ് ഭീതിപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന കാസർഗോഡാണ്. അതിത് മാറി പുതിയ കാലത്ത് കാസർഗോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സർഗാത്മകമായിട്ടുള്ളൊരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത്തരം സർഗാത്മകമായിട്ടുള്ള അന്തരീക്ഷം ഒരുക്കാൻ വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ വിവിധ പേരുകളിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി പങ്കെടുത്തുകൊണ്ട് അതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ട് മുസ്തഫ മുന്നോട്ട് വരുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. സാധാരണ ഒരു സ്ഥാപനം നടത്തുന്ന ആളുകൾ അത്യാവശ്യം ലാഭം വരാൻ തുടങ്ങിയാൽ ആ ലാഭം ഇരട്ടിപ്പിക്കുക എന്നുള്ള ചിന്തയോടുകൂടി എല്ലാ ശ്രദ്ധയും മാറ്റിവെച്ച് ആ ബിസിനസ്സിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന പുതിയ ലോകത്ത്, പുതിയ കാലത്ത് മുസ്തഫ അതിൽ നിന്ന് വ്യത്യസ്തനായി വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. അദ്ദേഹം ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള, ഈ സൊസൈറ്റിയോട് ആത്മാർത്ഥമായിട്ടുള്ള പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിൻ്റെ മുന്നേറ്റങ്ങൾക്കൊപ്പം ഈ നാടിൻ്റെ ആകെ പുരോഗതിക്ക് വേണ്ടി, സാംസ്കാരിക രംഗത്തെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി, സാമൂഹിക രംഗത്തെ ഇടപെടലുകൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ഇനിയും മുന്നേറാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ മുസ്തഫ എൻ്റെ നാട്ടുകാരനാണ്, ചേടിക്കുണ്ടിലാണ്. മുസ്തഫേൻ്റെ ഉപ്പയാണ് എനിക്ക് കൂടുതൽ പരിചയം. മുസ്തഫ ഇത്ര ഉഷാറെന്ന് എനിക്ക് അടുത്ത കാലത്ത് മനസ്സിലായത്. ഇപ്പോൾ ജയരാജനും കൂടി പറഞ്ഞപ്പോൾ ഇത്ര ഉഷാറുള്ള ആൾ നമ്മൾ ചേടിക്കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് കാസർഗോട്ടുകാരെ നിങ്ങളെല്ലാം കടത്തി വെട്ടി ഉഷാറാക്കിയില്ലേ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ലോഞ്ചിങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ SS സ്കൂളിൻ്റെ വാർഷികത്തിലായിരുന്നു. അതുകൊണ്ട് ഞാൻ അല്പം വൈകുമെന്ന് പറഞ്ഞു. വൈകിട്ടാണെങ്കിൽ ഇവിടെ വന്നില്ലെങ്കിൽ അതൊരു ഭയങ്കര മിസ്സായി പോയേനെ. ഇപ്പോഴാണ് ഞാൻ ഇടയ്ക്കൊക്കെ പോയി വന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊരു തോന്നൽ എനിക്കുണ്ടായി. അത് വരാതിരുന്നെങ്കിൽ ഞാൻ ചെയ്യുന്ന കുറ്റമാകുമായിരുന്നു. വളരെ നന്നായി. ഇതിപ്പോൾ ഒരു ചെറിയ സംരംഭമാണെങ്കിൽ വലിയ വരാനിരിക്കുന്ന സംരംഭങ്ങളുടെ തുടക്കമാണ്. എല്ലാം അങ്ങനല്ലേ, തുടങ്ങിയെങ്കിലും എത്തുന്നു. ഇപ്പോൾ തന്നെ GST ഓഫീസിൽ GST അക്കൗണ്ട് ഓഫീസിൽ 100-100ഓളം പേർ ജോലി ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നന്നായിട്ടുണ്ട്. QR എന്ന BRQ ഒരു വലിയ സ്ഥാപനമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതായാലും മുസ്തഫക്കും അതിൻ്റെ സംരംഭങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. നല്ലൊരു നിറഞ്ഞ കൈയടികളോടുകൂടെ ഈ ഒരു ഇനാഗ്രൽ സെഷനായിരുന്നു ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് കൂടിയത്. സോ എല്ലാ വിശിഷ്ടാതികളും ഇന്ന് ഈ സദസ്സിൽ നമ്മളോടൊപ്പം ഉണ്ട്. ഓൺ ബിഹാഫ് ഓഫ് ഫ്ലേ BRQ, I sincerely thank all our honorable guests and everyone present here for taking time to be with us today. എല്ലാവരും പല തിരക്കും മാറ്റി വെച്ചിട്ടാണ് ഇവിടെ പങ്കെടുക്കാൻ വന്നത്. സോ ആൻഡ് ഓൾസോ താങ്ക് എവറി വൺ ഹു കോൺട്രിബ്യൂട്ടഡ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി to making this event a grand success. And also a special thanks to our sir Mustafa sir, the owner of Flay BRQ. And we wish him a grand success for this new business venture. Once again, thank you all for being a part of this wonderful journey. Thank you. As I mentioned above, he is young in age but rich in vision, creativity and development. Thank you. And now let me invite artist Rahul and team, whose colorful, soulful and natural wall art has brought the life into emotion to Flay BRQ. Yeah. Please put your hands together. Congratulations, Mr. Rahul and team, for making this occasion more, soulful. Thank you so much. Please put your hands together, ladies and gentlemen. Thank you, Ali Festive from Vast to Rhythms that move mountains. Get ready for an electrifying musical night. We proudly invite the present talented and incredible film actress and singer Ms. Varsha Prasad onto the stage along with the dynamic Takita.